Hey guys, I am back and I may go back at any time. एक bitter truth है. സംടൈംസ് എനിക്ക് തോന്നും ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുന്നത് കൊള്ളാലോ, നന്നായിട്ടുണ്ടല്ലോ, അങ്ങനെ തോന്നും. ആൻഡ് ചില സമയത്ത് എനിക്ക് തോന്നും ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് എന്തിനാ ഇങ്ങനെ വീഡിയോ ഫോട്ടോ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ പബ്ലിക്കായിട്ട്, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് ഇൻ അതർ സൈഡ് സോഷ്യലി ആക്റ്റീവായിരിക്കുന്നതിൽ തെറ്റില്ലല്ലോ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അത് പോസ്റ്റ് ചെയ്യുന്നത്, അതിലെന്ത് തെറ്റാണുള്ളത്, അങ്ങനെയും എനിക്ക് തോന്നാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഞാൻ ഒരു ബ്രേക്ക് എടുക്കാറുള്ളത്. ചില സമയത്ത് എനിക്ക് തോന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുന്നതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അധികം കിട്ടുന്നില്ല എന്ന്. ഈ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും അതൊരു ലോങ് പ്രോസസ്സ് തന്നെയാണല്ലോ. ഈ 1 മിനിറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിക്കോട്ടെ, പെട്ടെന്ന് നമ്മളിങ്ങനെ കണ്ടു തീർക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഒരുപാട് സമയം പോകുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് റിയൽ ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു 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 ചെറിയ മിസ്സിങ് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് പക്ഷേ ഇങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ഒരു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവേ അല്ലാത്തൊരു രീതിയിലേക്ക് പോകാറുണ്ട്. സോഷ്യൽ മീഡിയ മാത്രമല്ല, ഞാൻ റിയൽ ലൈഫിൽ റിയലല്ല റിയൽ എന്നൊക്കെ ആണല്ലോ. സോ റിയൽ ലൈഫിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റഡീസ് ഉണ്ട്, എക്സാംസ്, അങ്ങനെ എക്സെട്ര ഒരുപാട് തിരക്കുകൾ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കാൻ പറ്റാറുമില്ല. പക്ഷേ ചില സമയത്ത് എനിക്ക് തോന്നും അതൊക്കെയാണ് രസം. ഈ വർക്കിൻ്റെ ബിസി, പഠിക്കുന്ന ബിസി, അതൊക്കെ മതി. പിന്നെ ഈ വീക്കെൻഡ്സിൽ ആറ്റുനോറ്റ് കിട്ടുന്ന ഒരു വീക്കെൻഡ് അതെങ്ങനെയെങ്കിലും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് തീർക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ സോഷ്യൽ മീഡിയ കാര്യം ചിലപ്പോൾ വിട്ടുപോകാറുമുണ്ട്. എന്നാൽ ചില സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ആക്റ്റീവായി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിലും ഒരു രസമുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ പൊടി തട്ടിയെടുക്കാം. അപ്പോൾ പറഞ്ഞു വന്ന് എവിടെയോ എത്തി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആസ് യു ക്യാൻ സീ, ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ഇടയിൽ കൂടെ ഒരു സ്റ്റോറി ടെല്ലിങ് അതാണ് ഉദ്ദേശിച്ചത്. ഇതിന് മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇപ്പോഴും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. യൂഷ്വൽ ഗെറ്റ് റെഡി വിത്ത് മീ തന്നെയാണ്, പ്രത്യേകിച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ സ്കിൻ കെയർ ചെയ്തു, പിന്നെ നോർമലായിട്ട് കണ്ണെഴുതുക, ലിപ്സ്റ്റിക്ക് ഇടുക, ബ്ലഷ് ഇടുക, ദാറ്റ്സ് ഇറ്റ്. ചില സമയത്ത് ബ്ലഷ് ഇടാൻ തോന്നാറില്ല, ഇന്നിപ്പോൾ എന്തോ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് തന്ന ഇയറിങ് ഗിഫ്റ്റായി തന്നതാണ് കേട്ടോ. അതാണ് നിങ്ങൾ നേരത്തെ ഉള്ളൊരു ക്ലിപ്പിൽ കണ്ടത്. അതൊക്കെ എവിടെയോ പോയി. എന്നിട്ടാണ് ഇവിടം വരെയൊക്കെ കഥ പറഞ്ഞ് എത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വീണ്ടും ഞാനൊരു ലോങ് ബ്രേക്ക് എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ.